നമസ്കാരം. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. ഇടിമിന്നലും കനത്ത മഴയും പന്നിമറ്റം പ്രദേശത്ത് വൻ നാശനഷ്ടം വരുത്തി. വീടുകൾക്കും കൃഷിദേഹണ്ഡങ്ങൾക്കും നാശം സംഭവിച്ചു. ഇടുക്കി ജില്ലയിൽ സർക്കാർ ഡോക്ടർമാർ OP വിഭാഗം ബഹിഷ്കരിച്ച് സമരം ചെയ്തു. ആയിരക്കണക്കിന് രോഗികൾ ചികിത്സ കിട്ടാതെ വിഷമിച്ചു. തൊടുപുഴ നഗരസഭ കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UK-യിൽ നിന്നുള്ള വരൻ തൊടുപുഴ സ്വദേശിനിയായ വധുവിന് മിന്നു ചാർത്തി. തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിലാണ് വിവാഹം നടന്നത്. തൊടുപുഴ പ്രതീക്ഷ ഭവനിൽ ഓണാഘോഷം നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ബിവറേജസ് ഷോപ്പിൽ നിന്നും വാങ്ങിയ ബിയറിൽ മാലിന്യങ്ങൾ കണ്ടെത്തിയത് വിവാദമായി. കരിമണ്ണൂരിലാണ് സംഭവം. തൊടുപുഴ ടൗൺ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ICU ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ടായ ശക്തമായ ഇടിമിന്നലിലും മഴയിലും പന്നിമറ്റം ഭാഗത്ത് വൻ നാശനഷ്ടം സംഭവിച്ചു. പുലർച്ചെയുണ്ടായ ശക്തമായ ഇടിമിന്നലേറ്റ് പന്നിമറ്റം കോട്ടൂർ രവിയുടെ പശു ചത്തു. വീടിന് കേടുപാടുകൾ സംഭവിച്ചു. വീടിനകത്തുണ്ടായിരുന്നവർക്കും മിന്നലേറ്റു. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പന്നിമറ്റം പുത്തുംപുരയ്ക്കൽ സോമന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന വീട് അപകടാവസ്ഥയിലായി. ബന്ധപ്പെട്ട അധികൃതർ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെളുപ്പിനുണ്ടായ ശക്തമായ മഴയിലും ഇടിയിലും നമ്മുടെ അയൽവാസികൾക്കും പരിസരവാസികൾക്കും കിടന്നുറങ്ങാൻ പറ്റില്ല. നമ്മുടെ രവിചേട്ടൻ എന്ന് പറയുന്ന ആളുടെ പശു ചത്തുപോയി. വീടിന് കംപ്ലൈൻ്റ് ഉണ്ട്. അടുത്ത പരിസരത്തുള്ള വീടുകൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആകെ ഒരു ഭീകരതായിരുന്നു. പിന്നെ ഇവിടെ ഇടുക്കി ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് വ്യാഴാഴ്ച പണിമുടക്ക് നടത്തി. ഹൈറേഞ്ചിൽ സർക്കാർ ഡോക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. ഡോക്ടർമാരുടെ സമരം അറിയാതെ നൂറുകണക്കിന് രോഗികൾ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി. ചികിത്സ കിട്ടാതെ ഇവരുടെ ദൈനംദിനാർന്ന മുഖങ്ങൾ കാണാമായിരുന്നു. എന്തിനും ഏതിനും സമരമെന്ന സർക്കാർ ജീവനക്കാരുടെ നയം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും കൂടി പന്താടുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. നിറവ് പദ്ധതി പ്രകാരം എല്ലാ സ്കൂളുകളിലും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലും വിത്ത് വിതരണം നടത്തി. തൊടുപുഴ കൃഷി ഓഫീസർ ശ്രീകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബെന്നോ, റിട്ടയർഡ് കൃഷി ഓഫീസർ VJ ജോർജ് എന്നിവർ പങ്കെടുത്തു. പഠിക്കുന്ന കുട്ടികൾക്ക് അവരവരുടെ വീടുകളിൽ പച്ചക്കറി കൃഷി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നിയോജകമണ്ഡലത്തിലുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് തൊടുപുഴ നഗരസഭ കുടുംബശ്രീ CDS 14ാം വാർഷികാഘോഷം തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ അനിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുബൈദ സീദു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഹാരിത്ത്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ഷിബ്ലി സാഹിബ്, ഷീജ ജയൻ, കൗൺസിലർമാരായ R ഹരി, TS രാജൻ, മുനിസിപ്പൽ സെക്രട്ടറി N വിജയരാജൻ, ഡോക്ടർ GS മധു, PK വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൈഡ്സി കുര്യാക്കോസ് സ്വാഗതവും CDS വൈസ് ചെയർപേഴ്സൺ K ജമീല നന്ദിയും പറഞ്ഞു. തുടർന്ന് കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുനിസിപ്പൽ മൈതാനിൽ നിന്നും ടൗൺ ഹാളിലേക്ക് സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് CDS പ്രവർത്തകർ പങ്കെടുത്തു.
ഇടവെട്ടി പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഇടവെട്ടി ഡിപ്പോ അംഗൻവാടിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടവെട്ടി ഡിപ്പോ അംഗൻവാടിയിൽ വെച്ച് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK സുഭാഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ ജയകൃഷ്ണൻ പുതിയടത്ത്, ഗീത ചന്ദ്രൻ, JHI ജോർജ്, ആനിസി, ജയ, ലിസിയമ്മ ജെയിംസ്, പത്മാവതി രഘുനാഥ്, രാധാമണി, ആശ, PG ഓമന, ആശാ വർക്കർമാരായ സുമതി, പ്രഭാകരൻ, സൽമ, സെയ്ദു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. UK-യിൽ നിന്നുള്ള യുവാവ് തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശിയായ യുവതിക്ക് മിന്നുചാർത്തി. തൊടുപുഴ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിലാണ് പുതുമയാർന്ന വിവാഹം നടന്നത്. വെങ്ങല്ലൂർ മണപ്പാട്ട് MR ചന്ദ്രഭാനു ഇന്ദിര ദമ്പതികളുടെ മകൾ ഡോക്ടർ സംഗീതയും UK-യിലുള്ള പോൾ ഗാളർ നൈസില ദമ്പതികളുടെ മകൻ ജെയിംസ് ഗാളറുമാണ് ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായത്. വരന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ കേരളീയ വേഷത്തിലാണ് വിവാഹത്തിനെത്തിയത്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ICU ആംബുലൻസ് സൗകര്യം തൊടുപുഴയ്ക്ക് സ്വന്തം. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ICU ആംബുലൻസിൽ കാർഡിയാക്, ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിനുൾപ്പെടെ എല്ലാ വിധത്തിലുമുള്ള ആധുനിക സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ടും കാർഡിയാക് പേഷ്യൻസിനും ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിനും വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്നതാണ്. ഇതിനകത്ത് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഡീഫിബ്രിലേറ്റർ ജർമ്മൻ നിർമ്മിത ഡീഫിബ്രിലേറ്ററാണ്. ഇതിൻ്റെ അകത്ത് AED ഫെസിലിറ്റി ഉണ്ട്, ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഡീഫിബ്രിലേറ്റർ ഫെസിലിറ്റി ഉണ്ട്. മാത്രമല്ല ഇരിക്കുന്ന വെന്റിലേറ്റർ ജർമ്മൻ നിർമ്മിത വെന്റിലേറ്ററാണ്. ഫുൾ ഓട്ടോമേറ്റഡ് ഫെസിലിറ്റിയുള്ള ഈ വെന്റിലേറ്റർ മങ്ങാട്ടുകവല മുതലക്കോടും റോഡിൽ പാണങ്കാട്ട് ഫർണിച്ചർ മാർട്ടിന് സമീപമുള്ള കൊടുംവളവ് അപകട ഭീഷണി ഉണർത്തുന്നു. മിക്ക ദിവസവും ഇവിടെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയോ നിയന്ത്രണം വിട്ട് മറിയുകയോ ചെയ്യുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് പരിസരവാസികളായ 2 പേരെ നിയന്ത്രണം വിട്ട് ബൈക്കിടിച്ചിരുന്നു. ഇരുവർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ഈ ഭാഗത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിന് ഹമ്പുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. തൊടുപുഴ കുമാരമംഗലം പഞ്ചായത്തിൽ തെക്കേൽ അന്നുകുട്ടി ജോസഫ് തന്റെ വീടിനോട് ചേർന്ന ഫാം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 3 ദിവസത്തേക്ക് പിൻവലിച്ചു. ബിവറേജസ് ഷോപ്പിൽ നിന്നും വാങ്ങിയ ബിയറിൽ പൊടിപടലങ്ങൾ കണ്ടെത്തി. കരിമണ്ണൂരിൽ നിന്നും വാങ്ങിയ ബിയറിലാണ് മാലിന്യങ്ങൾ കണ്ടെത്തിയത്. കരിമണ്ണൂർ സ്വദേശിയായ യുവാവ് വാങ്ങിയ ബിയറിലാണ് മാലിന്യങ്ങൾ കാണപ്പെട്ടത്. പ്രതീക്ഷ ഭവനിൽ ഓണാഘോഷം നടന്നു. റെവറന്റ് ഫാദർ ജോസ് മോനിമ്പള്ളി അധ്യക്ഷത വഹിച്ചു. പ്രൊവിഷ്യണൽ സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ്, മുനിസിപ്പൽ വാർഡ് കൗൺസിലർ പ്രൊഫസർ ജെസി ആന്റണി, തൊടുപുഴ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോ, തൊടുപുഴ YWCA പ്രസിഡന്റ് പ്രൊഫസർ കൊച്ചു ത്രേസ്യ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡീന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് തിരുവോണം. കേരളത്തിന്റെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ജാതിമത ഭേദമന്യേ ഒരു മനസ്സോടെ
ആഘോഷിക്കുന്ന തൊടുപുഴ കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ ഓണാഘോഷം നടന്നു. പഴയകാല ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. ഓണനുറുക്കുകൾ, ഓണക്കളികൾ, ഓണപ്പെരുമ, ഓണവിഭവങ്ങൾ, ഓണനിർമ്മിതികൾ, ഓണപ്പൂക്കളം, ഓണലാവണ്യം, ഓണപ്പർവ്വ, സ്പെഷ്യൽ ഓണസദ്യ എന്നിവയും നടത്തി. തൊടുപുഴ അൽ-അസർ കോളേജിൽ ഓണാഘോഷം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു. ന്യൂമൻ കോളേജിൽ ഓണാഘോഷം നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു.